കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ബലേനോ ആയിട്ടാണ്. 2018 ഇതിൻ്റെ മോഡൽ. അതേപോലെ റെഡ് കളർ, ഒരുപാട് സുഹൃത്തുക്കൾ റെഡ് കളർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് നമ്മൾ റെഡ് ബലേനായിട്ട് വന്നിരിക്കുന്നത്. ഇത് കിലോമീറ്ററൊന്നും കാര്യമായിട്ടുള്ള ഓട്ടം കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. അതുകൂടാതെ തന്നെ ഓട്ടോമാറ്റിക്കാണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വാഹനമാണ്. നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച വണ്ടിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കൂടി തന്നെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും. കാരണം എവിടെയൊക്കെ ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എടുത്ത് പറയേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം പക്ക നീറ്റായിട്ടും അതേപോലെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ വാലിഡ് ആയിട്ടുള്ള പേപ്പറാണ്. ഇനി നമുക്ക് നെയിം ചേഞ്ചും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ കൊണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ബലേനോ ആണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്ന വാഹനം കൂടിയാണ് ബലേനോ. ബലേനോൻ്റെ ഫുൾ ഓപ്ഷനാണ് മിക്ക ആൾക്കാരും ചോദിക്കാറ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്കായിട്ട് ഞാൻ ഫുൾ ഓപ്ഷൻ അവിടെ എത്തിച്ചിരിക്കുകയാണ്. റെഡ് കളർ ഫുൾ ഓപ്ഷൻ. റെഡ് ബലേനോ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രിയപ്പെട്ട വാഹനം കൂടിയാണ്. അപ്പോൾ റെഡ് ആവശ്യമുള്ളവർ ഓട്ടോമാറ്റിക് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ധൈര്യമായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിലേക്ക് വിളിച്ചോ. വേറെ ഒന്നും നോക്കണ്ട, ഫാൻസി നമ്പർ ഉൾപ്പെടെ എല്ലാം സംഭവം സെറ്റാണ്. ആൽഫയാണ്, എല്ലാവിധ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിയിലുണ്ട്. പിന്നെ കൂടാതെ തന്നെ നല്ല മൈലേജും കിട്ടുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ് വണ്ടി, വേറെ ക്വാളിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. കിലോമീറ്റർ ഞാൻ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ എത്രയാണ് ഓടിക്കണമെന്ന് വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ വന്നിരിക്കണം. നമുക്കിനി വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂവും കാര്യങ്ങളും വന്നിരിക്കണം. വാഹനത്തിൻ്റെ വീലാസിൻ്റെ എയർ കണ്ടീഷനിലേക്ക് നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ വീലാസ് വന്നിരിക്കണം. നല്ല ക്വാളിറ്റി നിൽക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്കിവിടെ ബോണറ്റിലേക്ക് പോകാം. ബോണറ്റായാലും നല്ല നീറ്റ് അടിക്കുന്ന ബോണറ്റും കൂടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാം. ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല നീറ്റ് അടിക്കുന്ന ലാമ്പ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ലാമ്പ് നീറ്റായിട്ടിരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. നല്ല നീറ്റായിരിക്കും വീലാർസ് കിട്ടുന്നു. നല്ല ഗ്രിപ്പ് വെക്കുന്ന ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറായാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ഡോർസും നമുക്ക് ഇവിടെ കാണാം. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് വെക്കുന്ന ടയേഴ്സ് വെക്കുന്ന അലോയ്സും പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. സൈഡ് പോർഷനൊക്കെ നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടെ വിൻഷീൽഡ് വന്നിട്ടുണ്ട്. അതേപോലെ റിയർ വൈപ്പർ വന്നിട്ടുണ്ട്. ലിഡ് നോക്കാം. ലിഡായാലും നീറ്റായിട്ടിരിക്കുന്ന ലിഡ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് കണ്ട ടയേഴ്സ് വെക്കുന്ന അലോയ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറും നോക്കാം. രണ്ട് ഡോറും ഇവിടെ ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും വെച്ചപ്പെടാം. ഡോർ പാഡ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഡോർ പാഡ്സ് നമുക്ക് കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് കമ്പനി ഒറിജിനൽ സീറ്റ്സ് തന്നെ വിത്ത് ബലേനോയുടെ പഞ്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ നമുക്കൊന്ന് വിശദമായിട്ട് പരിചയപ്പെടാം. ഇവിടെ ഡാഷ്ബോർഡൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ ആ ഒരു ഗിയർ നോബും കാര്യങ്ങളൊക്കെ കൂടെ കാണാം. അതേപോലെ ഇവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. റൂഫൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന റൂഫും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ എന്ന് കാണിക്കാനുള്ളത്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിക്കണം. 85,000 കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇവിടെ പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോറൊന്ന് ഓപ്പൺ ചെയ്യണം. ഇവിടെയും ഡോർ പാഡ്സ് നോക്കാം. നല്ല വൃത്തി തന്നെ ഇരിക്കും. ഡോർ പാഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഹെഡ്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടുന്ന് ലുക്ക് നോക്കാം. നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയർ സ്പേസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബോണറ്റ് നപ്പ് ചെയ്യാം. ബോണറ്റ് പോയിട്ട് ബോണറ്റിൻ്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബലേനോൻ്റെ ആ ഒരു എഞ്ചിൻ റൂമൊക്കെ നല്ല പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ റൂം നമുക്കിവിടെ കാണാൻ പറ്റും. പെട്രോൾ ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ളൊരു ബൾക്കിനെസ് ഒന്നും തോന്നുന്നില്ല. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഞ്ചിൻ കാണാൻ പറ്റും. അതേപോലെ ഇവിടെ പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പേസ്റ്റിങ്ങൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ നോക്കാം. എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ നോക്കാം. അതേപോലെ ബാറ്ററിയൊക്കെ നല്ല പവർഫുൾ ബാറ്ററിയാണ് നോക്കണേ. ഇവിടെയും എഡ്ജും കാര്യങ്ങളൊക്കെ നോക്കാം. പേസ്റ്റിങ്ങൊക്കെ നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ എഞ്ചിൻ റൂമിൽ നിന്ന് നമുക്ക് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി വാഹനത്തിൻ്റെ ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിലെന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. പോയി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ബലേനോൻ്റെ ബൂട്ട് സ്പേസ്. ഒരു കുഴി പോലെയാണ്, ഒരു ഡിപ്പാണ്. കണ്ടാ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്.
സ്പേസിന് കുറവും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ ക്വാളിറ്റി ആയാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ടയറൊക്കെ നോക്കിയേക്കാം, നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അതേപോലെ സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ എഡ്ജസ്റ്റിലേക്ക് നോക്കാം, എന്തെങ്കിലും ആ ഒരു പാച്ചോ കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്കൂടെ നോക്കാം. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ആ ഒരു ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ബലേനോ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ബലേനോ ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി കാര്യമായിട്ട് ഓട്ടോ ഒന്നുമില്ല, സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ്. ഓട്ടോമാറ്റിക് പെട്രോളാണ്, റെഡ് കളറാണ്. ഒരുപാട് സുഹൃത്തുക്കളുടെ ഫേവറേറ്റാണ് റെഡ്. അപ്പോൾ അത്രയും ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയും കൂടിയാണ്. ഇനി നമുക്ക് പറഞ്ഞു പോകേണ്ട ഇതിൻ്റെ റേറ്റിലേക്ക് പറഞ്ഞേക്കാകുമ്പോൾ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു ബലേനോയുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6,80,000 രൂപയാണ്. 6.80 lakhs. അത് നെഗോഷ്യബിൾ പ്രൈസാണ്. വീഡിയോ എന്താ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജോ കാര്യങ്ങളൊക്കെ അയക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരുന്നുണ്ട്. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.